ആദ്യമായിട്ടാണ് ഞാൻ നോമ്പ് നോക്കുന്നത്. തലവേനൊക്കെ ഉണ്ട്. സമയം വെളുപ്പിന് 4 മണി. ഇത്ര നേരത്തെ എന്തിനാ എഴുന്നേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പുണ്യപ്രവൃത്തി ചെയ്യാനായി. ഇപ്പൊ സമയം 4:39. ഇതാണ് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. റമദാൻ മാസം അല്ലേ? സിനാൻ പറഞ്ഞു റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹൂറിയെ കിട്ടും. സെൻട്രൽ ബിരിയാണി ഫുൾ ആയിട്ട് ഇങ്ങനെ. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി. അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പ് നോക്കാൻ അങ്ങ് തീരുമാനിച്ചു. നോമ്പ് തുറക്കാനായിട്ട് സാധനം മേടിച്ചോണ്ടുള്ള സബോള ഉണ്ടാക്കുന്ന വിഷ്ണു ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഇങ്ങനെയാക്കണം കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് പാടാ. അരുണ, നീ എന്താ കേൾക്കുന്നത്? സമയം ഇപ്പം 5:32. അരുൺ, എന്താണ് ഇതുവരെയുള്ള? വിശക്കുന്നുണ്ട്. സ്നാക്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബിരിയാണി സെറ്റ് ആവും. ഓൾ ഗുഡ്. സിനാൻ പറയൂ. സിനാൻ എപ്പോഴും നോമ്പ് നോക്കുന്നതാണ്, അതുകൊണ്ട് ഇതൊക്കെ എന്ത് എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു? വിശക്കുന്നുണ്ടോ? ഈ ഭക്ഷണങ്ങൾക്കൊക്കെ ഇടയിൽ നിന്നോട്ട് നീ എങ്ങനെ ഇത് പിടിച്ചിരിക്കുന്നു? നല്ലോണം വിശക്കുന്നുണ്ട്. 4 മണിക്ക് നമ്മള് കഴിച്ചതാണ്. ഇനിയിപ്പോ ഒന്നും കഴിച്ചിട്ടില്ല. ചുട്ടി വെള്ളം പോലും കഴിച്ചിട്ടില്ല. കുക്കിയിലാണ്. അതാണ് എന്റെ ഏക പ്രതീക്ഷ. ആദ്യമായിട്ടാണ് നോമ്പ് നോക്കുന്നത്. നല്ല വിശപ്പുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ നോമ്പ് നോക്കുന്നത്. വിശപ്പിന്റെ വിളി കണ്ട് വ്യക്തമായി പിടിച്ചിരിക്കുകയാണ്. ശ്രീലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വലിയ പ്രശ്നം തോന്നിയില്ല. വർക്ക് ചെയ്യാതെ ഇങ്ങോട്ട് പോരുന്ന സമയത്തായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ചെറിയ തലവേനൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. റുവാബ്സ് കുടിക്കാൻ ബിയർ ഗ്ലാസ് എടുത്തോണ്ട് പോകുന്നു. Are you fasting? Yeah, we are first. Oh, thank you, please. സമയം 6:02. എല്ലാ ആക്കിലെത്തിയിട്ട് തിന്നണം. ഈന്തപ്പഴം വന്നു, റുവാബ്സ വന്നു, സമൂസ വന്നു, പഴം നിറച്ചത് വന്നു, കട്ട്ലേറ്റ്, ഫ്രൂട്ട്സും വന്നു, ബിരിയാണിയും കഴിച്ചു. അങ്ങനെ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹൂറിയെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നോമ്പ് മുറിച്ചു. ഇൻഷാ അല്ലാഹ്.